ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ദേവസ്വം ബോർഡ് ഗൂഢാലോചനയെന്ന് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ്. വള്ളസദ്യ ചടങ്ങുകൾ പള്ളിയോട സേവാ സംഘത്തിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണിത്. ആചാരലംഘനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഉപദേശക സമിതിക്കും ദേവസ്വം ബോർഡിനുമാണ്. ജനം ടിവിയോടാണ് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് സാംബദേവന്റെ പ്രതികരണം. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. ഈ സമയം നമ്മളോടൊപ്പം പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് സാംബദേവൻ ചേരുകയാണ്. ചേട്ടാ, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വിവാദം അത് ദേവസ്വം ബോർഡ് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളതാണോ പള്ളിയോട സേവാ സംഘത്തിൻ്റെ ആരോപണം? അതായത് വള്ളസദ്യ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗം അതിനകത്തുണ്ടെന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നുണ്ട്. കാരണം ഈ വള്ളസദ്യ നടത്തുന്നതെല്ലാം ദേവസ്വം ബോർഡിൻ്റെയും പള്ളിയോട സേവാ സംഘത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും ഉള്ള ഒരു നിർവഹണ സമിതിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ആ നിർവഹണ സമിതിയാണ് എല്ലാ കാര്യവും അറിഞ്ഞ് ചെയ്യേണ്ടത്. അതറിയാതെ അതിലെ രണ്ട് ഭാഗം മാത്രം, അതായത് ഉപദേശക സമിതിയും ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാരും മാത്രമായിട്ടാണ് ഈ തന്ത്രിയെ സമീപിച്ചതായിട്ട് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ തെറ്റാണ്. പ്രത്യേകിച്ച് അഷ്ടമിരോഹിണിക്ക് ഫുൾ കൺട്രോളിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഈ നിർവഹണ സമിതിയെ അറിയിക്കുകയും നിർവഹണ സമിതി വഴി മാത്രം കൊടുക്കേണ്ടതുമാണ്. അത് ചെയ്യാതെ വന്നപ്പോൾ അത് സംശയിക്കുന്നു. കാരണം പള്ളിയോട സേവാ സംഘത്തിനെ കരിവാരിത്തേക്കാനും അവർ തെറ്റ് ചെയ്തു വരുത്താനുമുള്ള ഒരു ശ്രമമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം കോടതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കുന്നു വരുത്തുക. കാര്യമായ ലംഘനം ഇല്ലെങ്കിൽ പോലും, ചെറുതാണെങ്കിൽ പോലും, പരിഹരിക്കാവുന്നതാണെങ്കിൽ പോലും അതിനെ ഹൈലൈറ്റ് ചെയ്ത് അത് കോടതിയിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ ആചാര ലംഘനം കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ അഥവാ എന്തെങ്കിലും സമയക്രമത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ദിവസം തയ്യാറാണ്. സമയത്തിലാണല്ലോ പറയുന്നത്. അതായത് ഞങ്ങൾ സദ്യ നടത്തുന്നതിലോ അല്ലെങ്കിൽ അവിടെ ഉദ്ഘാടനം ചെയ്തതിലോ ഒന്നും ആരും തെറ്റ് പറയുന്നില്ല. തെറ്റ് പറയുന്നത് ഈ സദ്യ വിളമ്പയിലുള്ള സമയമാണ്. ആ സമയം ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ തിരുത്താൻ സമയമാണ്. അരമണിക്കൂർ താമസിപ്പിക്കുകയാണെന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു നിസ്സാര കാര്യമാണ്, തിരുത്താവുന്ന ഒരു കാര്യമാണ്. അന്നേ ദിവസം പോലും തിരുത്തായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം വിളക്ക് കൊത്തിച്ചിട്ടങ്ങ് പൊക്കോളുമായിരുന്നു. വിളമ്പാതെ തന്നെ വിളമ്പണ്ട എന്ന് ഒരു ദേവസ്വം ബോർഡിൻ്റെയോ ഉപദേശ സമിതിയോ ഒരാൾ പറഞ്ഞാൽ മതിയായിരുന്നു. സമയമായിട്ടില്ല, കത്തിക്കണ്ട, അല്ലെങ്കിൽ വിളമ്പണ്ട, സദ്യ വിളമ്പണ്ട, പിന്നീട് വിളമ്പ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അദ്ദേഹം അവർക്കിപ്പോൾ നിർബന്ധമില്ലല്ലോ. അപ്പം തിരുത്താവുന്ന ഒരു ചെറിയ തെറ്റ് മനഃപൂർവ്വം വരുത്തി അത് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് സംശയകരമാണ്. ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയയുടെ ഭാഗമാകാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കോടതിയിൽ പോസിറ്റീവായിട്ടൊരു ഇത് പള്ളിയോട സേവാ സംഘത്തിനെതിരായിട്ടൊരു വാദം കൊണ്ടുവരാനായിട്ട് വന്നതാണ്. ഞങ്ങളെപ്പോഴും അവിടെ വാദിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നാണ്. അപ്പോൾ ഈ നേരിയ കാര്യം അവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളും തെറ്റിക്കുന്നവരാണിത് എന്ന് വരുത്തുക എന്ന് ഒരു ഉദ്ദേശമുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും അതിനകത്ത് കോഷ്യസ് ആയിരിക്കണം. ഞങ്ങൾ 524 വള്ളസദ്യ നടത്തി. അപ്പോൾ അതിനകത്ത് മറ്റൊന്നിനും പരാജയം കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ അഷ്ടമിരോഹിണിക്ക് അരമണിക്കൂർ നേരത്തെ വിളമ്പിപ്പോയി എന്നുള്ളതാണെങ്കിൽ അത് ബോധപൂർവം അവരോട് ചേർന്നുണ്ടാക്കിയതായിട്ടേ പറയാൻ പറ്റും. ഈ ദേവസ്വം ബോർഡ് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടമാണ് ഈ ശബരിമലയിലെ വിഷയമൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വിഷയം മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടിയൊക്കെ ആയിട്ട് കണക്കാക്കാൻ പറ്റും. അത്ര അവർക്ക് അതിനകത്തുനിന്നും ഇതിനെ ഈ ചെറിയ വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വള്ളസദ്യയുടെ ഒരു ചെറിയ വിഷയമാണിത്. ഒരു അരമണിക്കൂർ മുമ്പ് അവിടെ ഭഗവാൻ വിളമ്പി എന്നുള്ളതാണ്. അത് ഭഗവാൻ വിളമ്പിയത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ നമ്മൾ തയ്യാറാണ്. വള്ളസദ്യ ഇവർക്ക് മന്ത്രിമാർക്ക് കൊടുത്തതും നേരത്തെ ആയി പോയിട്ടുണ്ടെങ്കിൽ അതും ഇത് ഏതായാലും ചെയ്ത് തിരുത്താൻ പറ്റും. ഇനിയുള്ള ഭാവിയിൽ ഞങ്ങൾ തുടർച്ചയായിട്ട് ഏതായാലും എല്ലാ കൊല്ലം നടത്തേണ്ട ആളുകളാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ കരുതും. അതായത് അവിടുത്തെ എല്ലാം കഴിഞ്ഞ ശേഷം 12 മണി കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യത്തുള്ളൂ. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, വാശിയുമില്ല. അത് കൃത്യസമയത്ത് ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടവരാണ് ഇപ്പോൾ അത് കുറ്റമായിട്ട് കൊണ്ടുവരുന്നത്. ഞങ്ങളെ ചൂണ്ടിക്കാണ്ടി തിരുത്തേണ്ടവരാണ്. തന്ത്രിയാണെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഉപദേശസമിതിയാണെങ്കിലും ഞങ്ങളോട് തിരുത്തേണ്ടിയവരാണ്. അവരവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോൾ വേണ്ട, അരമണിക്കൂറുടെ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, അപ്പം തന്നെ തീരുന്ന കേസേ ഉള്ളൂ. അപ്പം അത് വളർത്തിക്കൊണ്ട് വന്ന് നമ്മളെക്കൊണ്ട് ചെയ്യിച്ചായിട്ട് വരുത്തി ചെയ്യുകയാണ്. അവരോട് കയറുന്ന ചെയ്തത് എന്നേ പറയാൻ പറ്റത്തില്ല. കാരണം അവരും ഇതിനകത്ത് ഭാഗമാക്കാണ്. ഇതിൻ്റെ സെക്രട്ടറിയാണ് ഇതിനകത്ത് ഒരു മെമ്പർ, നമ്മുടെ ഉപദേശസമിതിയുടെ AOയും AC ഇതിനകത്തെ മെമ്പറാണ്. പള്ളിയോട സേവാ സംഘം പ്രസിഡൻറ്റും സെക്രട്ടറിയും മെമ്പറാണ്. അപ്പോൾ അത്രയും മെമ്പർമാരുള്ളൊരു ഇതിൻ്റെ സൂപ്പർവൈസറി കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നേരിട്ട് ഞങ്ങളോട് പറയാം.
നിങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്യാൻ പറയാം. അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. മന്ത്രി 10:15 വന്ന് 10:45 ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോഴെങ്കിലും പറയാം 11 മണിയാകട്ടെ, അവിടെ നിവേദ്യം എടുക്കുന്നേ ഉള്ളൂ എന്ന് അവരല്ല. എനിക്കറിയാൻ പറ്റത്തില്ല. ഓരോ ദിവസം ഓരോ സമയത്തായി. അന്ന് തന്ത്രികളൊന്നും ഇല്ല താനിവിടെ. അപ്പോൾ അവരൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇച്ചിരി കഴിയട്ടെ, അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്നതിന് കുഴപ്പമില്ല, വിളക്ക് കത്തിച്ചിട്ട് വിളമ്പണ്ട എന്ന് വേണമെങ്കിലും പറയും. ഇത് ഉപദേശിക്കേണ്ട ആളുകളാണ് ഇപ്പോൾ ശിക്ഷിക്കാനായിട്ട് നോക്കുന്നത്. അതിന് ഞങ്ങൾക്ക് വലിയൊരു പണച്ചെലവുണ്ടാക്കുന്നതും നാണക്കേടുണ്ടാക്കുന്നതുമായ കാര്യങ്ങളാണ് കരകളിലൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങളെന്തോ വലിയ തെറ്റുകൾ ചെയ്തെന്നും അതിന് പ്രായശ്ചിത്തം ചെയ്യണം, വിളിച്ചോതണമെന്നും അങ്ങനെ വൻതോതിലുള്ള ഒരു ഇതാണ് അവർ പരിഹാരക്രിയ പറഞ്ഞിരിക്കുന്നത്. അത് വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാകുന്ന അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പറഞ്ഞ് ചെയ്യിച്ചതായിട്ടാണ് ഇത്തരം ഒരു കാര്യം. അപ്പോൾ അതിന് ദുരുദ്ദേശമുണ്ട്. അത് തന്നെയാണ് എന്തായാലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതാണ്. അതായത് പൂർവാധികം ഭംഗിയായി നടന്നു വന്നിരുന്ന വള്ളസദ്യ, ആ ചടങ്ങ് അത് അലങ്കോലപ്പെടുത്തുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ഗൂഢാലോചന സംശയിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ദേവസ്വം ബോർഡ്, പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ചടങ്ങുകളൊക്കെ അതിനുള്ള അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ ഇപ്പോഴത്തെ വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ഈ ശ്രമത്തെ കാണാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആറന്മുളയിൽ നിന്നും അജയകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ജനം. വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഈ ആറന്മുള ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങളിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ പരാതി. എന്തെല്ലാം കാര്യങ്ങളാണ് പള്ളിയോട സേവാ സംഘം വിശദീകരിക്കുന്നത്? നിലം, അതായത് ഈ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നിൽ ബോധപൂർവമായിട്ടുള്ള ശ്രമം പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ക്ഷേത്രം ഉപദേശക സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ള ആരോപണമാണ് പള്ളിയോട സേവാ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് വർഷങ്ങളായിട്ട് ഈ വള്ളസദ്യ ഉൾപ്പെടെയുള്ള ആറന്മുളയിലെ പ്രധാന ചടങ്ങുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പള്ളിയോട സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ്. ആ ഉത്തരവാദിത്തങ്ങൾ പള്ളിയോട സേവാ സംഘത്തിൽ നിന്നും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് മനഃപൂർവ്വം നടത്തുന്ന ചില ഗൂഢ നീക്കങ്ങളായിട്ട് മാത്രമേ ഇപ്പോഴുള്ള വിവാദങ്ങളെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പള്ളിയോട സേവാ സംഘത്തിൻ്റെ പ്രസിഡന്റ് സാമ്പദേവൻ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും. അതായത് ആറന്മുള ക്ഷേത്രത്തിലെ ഈ തനതായിട്ടുള്ള ആചാരങ്ങൾ അത് ദേവസ്വം ബോർഡിന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമങ്ങളാണ് നടക്കുന്നത്. മാത്രമല്ല അന്ന് ഈ ക്ഷേത്രത്തിൽ ആചാരഭംഗം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മന്ത്രി നേരത്തെ ഉണ്ടു എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അത് തിരുത്തേണ്ട ആളുകൾ ദേവസ്വം ബോർഡ് ആളുകളായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ ഉൾപ്പെടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മന്ത്രിയെ ഉൾപ്പെടെ പറഞ്ഞു തിരുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ അവരതിന് അന്ന് മുതിർന്നില്ല. എന്നിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇതിനെ വലിയ വിവാദമാക്കി കൊണ്ടുവരാനുള്ള ശ്രമം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് പ്രധാനമായിട്ടും പറയുന്നത്. അതായത് അതിൻ്റെ ഉത്തരവാദിത്തം, ഈ ആചാരഭംഗം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിന് തന്നെയാണ്, ദേവസ്വം ബോർഡ് അധികൃതർക്ക് തന്നെയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ക്ഷേത്രം തന്ത്രി പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളിലടക്കം തിരുത്തലുകൾ വരുത്തണമെങ്കിൽ അതിന് കൃത്യമായിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം രാവിലെ ക്ഷേത്രം തന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആചാരഭംഗം സംഭവിച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് അധികൃതരും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണറും തന്നോട് സമ്മതിച്ചതായിട്ടാണ് ക്ഷേത്രം തന്ത്രി പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അസിസ്റ്റന്റ് കമ്മീഷണർ നിർദ്ദേശിച്ചത് പ്രകാരം മാത്രമാണ് ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു കത്ത് രൂപേണ താൻ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം തന്ത്രി പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ ആചാരഭംഗം വന്നിട്ടുണ്ട് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുറന്ന് സമ്മതിക്കുന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ അതിനുശേഷം ദേവസ്വം ബോർഡായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും എല്ലാം തന്ത്രിക്ക് മുകളിലും അല്ലെങ്കിൽ പള്ളിയോട സേവാ സംഘത്തിൻ്റെ തലയിലും വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് തലയുരാൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് PS പ്രശാന്തിൻ്റെ രാവിലത്തെ പ്രതികരണമടക്കം ആ രീതിയിലായിരുന്നു. ദേവസ്വം മന്ത്രി നിഷ്കളങ്കനാണ്, അദ്ദേഹത്തിന് ഇവിടുത്തെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ പറ്റിയൊന്നും അറിയില്ല, അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തരുത്, പൂർണ്ണമായും ഉത്തരവാദിത്തം പള്ളിയോട സേവാ സംഘത്തിനായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു PS പ്രശാന്തിൻ്റെ പ്രതികരണം. ഒപ്പം ഇന്നലെ CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒരു പ്രതികരണം വന്നത് അത് പൂർണ്ണമായിട്ടും തന്ത്രിക്ക് തെറ്റുപറ്റിയതാണ്, തന്ത്രി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ പാടില്ലാത്തതായിരുന്നു എന്ന രീതിയിലൊക്കെയായിരുന്നു ആ പ്രതികരണങ്ങൾ വന്നത്. എന്തായാലും അതിനെയൊക്കെ പൊളിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളുമാണ് ഇപ്പോൾ പള്ളിയോട സേവാ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ക്ഷേത്രം തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ആചാരഭംഗം അതിന് ഉത്തരവാദി ദേവസ്വം ബോർഡ് തന്നെയാണ്, ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സംഭവങ്ങൾ ആചാരഭംഗം അവിടെ സംഭവിച്ചത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. നീലിമ. ഓക്കെ, ഗോകുലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.